എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 94, 95, 96 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അർജുനനും ശത്രു സൈന്യങ്ങളും തമ്മിലുള്ളതായ ആക്രമണങ്ങളെ പറ്റിയിട്ടാണ് വർണ്ണിക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അർജുനൻ ഒരു കാലനെ പോലെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി എന്ന് പറഞ്ഞു. ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 94ാമത്തെ ശ്ലോകം നോക്കാം. നിർജഗ്മുസ്തരസാ തസ്യ കോദണ്ഡാത് കോടിശരാഃ യുഗാന്തതോയധാരാ ഇവ മഹാസ്വനാ. ആദ്യം പദച്ഛേദം പറയാം. നിർജഗ്മു തരസാ തസ്യ കോദണ്ഡാത് കോടിശരാഃ യുഗാന്തതോയധാത് തോയധാര ഇവ മഹാസ്വനാഹ. എന്താണ് ഇവിടെ പറയണത്? അർജുനൻ്റെ വില്ലിൽ നിന്ന് അർജുനൻ അയച്ചതായ അസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്. യുദ്ധം ചെയ്യാനായിട്ട് ഗാണ്ഡീവം എടുത്തു എന്നാണല്ലോ പറഞ്ഞത്. ആ ഗാണ്ഡീവത്തിൽ നിന്ന് അസ്ത്രങ്ങൾ എങ്ങനെയാണ് പോണത് എന്ന് കവി പറയാണ്. തരസ പെട്ടെന്ന് തന്നെ, തസ്യ കോദണ്ഡാത് തസ്യ അർജുനൻ്റെ കോദണ്ഡാത്, കോദണ്ഡം എന്ന് പറഞ്ഞാൽ വില്ല് എന്നുള്ള സാമാന്യ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സാധാരണ കോദണ്ഡം എന്നുള്ളത് ശ്രീരാമൻ്റെ വില്ലായിട്ട് പറയാറുണ്ട്. ശ്രീരാമനെ കോദണ്ഡരാമൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ വെറുതെ വില്ല് എന്നുള്ള അർത്ഥമേ എടുക്കേണ്ട കാര്യമുള്ളൂ. കോദണ്ഡാത് അർജുനൻ്റെ വില്ലിൽ നിന്നും ഗാണ്ഡീവത്തിൽ നിന്നും. യുഗാന്ത തോയധാത് മഹാസ്വനാഹ തോയധാരാഹ ഇവ കോടിശരാഹ നിർജഗ്മു. കോടിശരാഹ, കോടിശ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക്, എണ്ണാൻ പറ്റാത്ത അത്രയ്ക്ക് വേഗത്തിൽ. അതാണ് ആദ്യമേ തന്നെ തരസ എന്ന് പറഞ്ഞത്. എത്ര വേഗത്തിലാണ് അർജുനൻ അസ്ത്രം എയ്യുന്നത് എന്നുള്ളത് ആ അസ്ത്രങ്ങളെ എണ്ണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത്ര വേഗം 2 കൈകളെ കൊണ്ടും അസ്ത്രം എയ്യാൻ അർജുനന് സാധിച്ചിരുന്നു. അപ്പോൾ അർജുനൻ ഞാൻ മുറുക്കി അസ്ത്രം എയ്തു തുടങ്ങിയപ്പോൾ 1, 2, 3 അല്ല, 100 അല്ല, 1000 അല്ല, കോടിക്കണക്കിന് അസ്ത്രങ്ങളാണ് ശത്രുപക്ഷത്തേക്ക് പറന്നു ചെന്നത്. എങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തുപോലെയായിരുന്നു ആ ശരങ്ങളുടെ ഗമനം എന്നൊരു ഉപമാലങ്കാരം കൊണ്ട് കവി വർണ്ണിക്കുകയാണ്. യുഗാന്ത തോയധാത് മഹാസ്വനാഹ തോയധാരാഹ ഇവ. യുഗാന്തം ഓരോ യുഗങ്ങളുടെയും അവസാനം, അല്ലെങ്കിൽ 4 യുഗങ്ങളും അവസാനിക്കുമ്പോൾ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓരോ യുഗങ്ങൾ അവസാനിക്കുമ്പോഴും 4 യുഗങ്ങൾ അവസാനിക്കുമ്പോഴും പ്രളയം വരും. പ്രളയം വരുമ്പോൾ ഇവിടെ വെള്ളം നിറയും. വെള്ളം നിറയ്ക്കാൻ തക്കവണ്ണമുള്ളതായ ധാരാളം വെള്ളം ഉൾക്കൊള്ളുന്നതായ മേഘങ്ങളാണ് ആ സമയത്തൊക്കെ പെയ്യുക. ആ മേഘങ്ങൾക്ക് പുഷ്കലാവർത്തക മേഘങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിലെത്രയാണ് വെള്ളം കൊള്ളുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ആ മേഘങ്ങളിൽ നിന്നും ഇടതടവില്ലാതെ വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ മഴ, തോയധാരകൾ പെയ്യുന്നത് പോലെ, വൃഷ്ടിധാര പെയ്തിറങ്ങുന്നത് പോലെ ആയിരുന്നു അർജുനൻ്റെ വില്ലിൽ നിന്നും ശരങ്ങൾ പോയത്. നമ്മൾ പറയാറുണ്ട് ശരവർഷം ആക്രമിച്ചു എന്ന്. ശരവർഷം എന്ന് പറഞ്ഞാൽ ശരത്തിൻ്റെ വർഷം, ശരവർഷം കൊണ്ട് ആക്രമിച്ചു. ശരങ്ങൾ തന്നെയാണ് വർഷമായി പെയ്യുന്നത്, വെള്ളത്തുള്ളികളായിട്ട് വീഴുന്നത്. ഓരോ വെള്ളത്തുള്ളി വീഴുന്നത് പോലെ ശരങ്ങളാണ് വർഷിച്ചത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ കവി പറയുന്നത് അതന്നെയാണ്. യുഗാന്തങ്ങളിൽ, ഈ യുഗങ്ങൾ അവസാനിക്കുമ്പോൾ, ചതുർയുഗത്തിൻ്റെ അവസാനത്തിലായാലും ഈ തോയതങ്ങളിൽ നിന്ന്, ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള പുഷ്കരാവർത്തകം അല്ലെങ്കിൽ പുഷ്കലാവർത്തക മേഘങ്ങളിൽ നിന്നും താഴേക്ക് വീഴുന്നതായ തോയധാരാഹ മഴത്തുള്ളികൾ, മഴത്തുള്ളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനെ മഴ, ഓരോ മഴത്തുള്ളികളും വലിയ ഒരു പാത്രം നിറയെ നിറയ്ക്കാവുന്ന, അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനും വെള്ളത്തിൽ ആഴ്ത്താവുന്ന അത്രയ്ക്ക് വലിയ വെള്ളത്തുള്ളികളാവും താഴേക്ക് വീഴുണ്ടാവുക. അങ്ങനെ വീഴുന്ന വെള്ളത്തുള്ളികൾക്ക് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളുണ്ടാവും. ചെറിയ മഴത്തുള്ളികളോട് കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ തന്നെ എന്തൊരു ശബ്ദമാണ് നമ്മൾ കേൾക്കണത്. ആ സമയത്ത് ഇങ്ങനെ യുഗാന്തങ്ങളിൽ പെയ്യുന്ന അതികഠിനമായിട്ടുള്ള നിലയ്ക്കാത്ത മഴയുടെ ശക്തി, അതിൻ്റെ ശബ്ദം എത്രയാവും എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റണില്ല. അങ്ങനത്തെ മഴയാണ് പെയ്തിരുന്നത്. അതാണ് യുഗാന്ത തോയധാത് മഹാസ്വനാഹ, ഭയങ്കര ശബ്ദത്തോടു കൂടിയ, പേടിപ്പിക്കുന്ന ശബ്ദത്തോടു കൂടിയ തോയധാരങ്ങൾ മഴ പെയ്യുന്നത് പോലെ, വൃഷ്ടിധാര പെയ്യുന്നത് പോലെ
അർജുനൻ്റെ വില്ലിൽ നിന്നും ഗാണ്ഡീവത്തിൽ നിന്നും ശക്തമായ നല്ല ആക്രമണ ഉത്സുകമായ വളരെ ശബ്ദത്തോടു കൂടിയ അസ്ത്രങ്ങൾ ശത്രു സൈന്യങ്ങളുടെ സമീപത്തേക്ക് ശത്രു സൈന്യങ്ങളിലേക്ക് ഇടതടവില്ലാതെ വർഷിച്ചു. അതായത് മഴയുടെ സ്വഭാവം അങ്ങനെയാണ്, നിന്നാൽ പിന്നെ പെയ്യില്ല, പെയ്തു തുടങ്ങിയാൽ പിന്നെ പെട്ടെന്നൊന്നും നിൽക്കില്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ധാരമുറിയാതെ പെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയായിരുന്നു അസ്ത്രങ്ങൾ. ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നെന്നുള്ളതിന് ഇടയിൽ നേരമൊന്നുമില്ല, ഇടതടവില്ലാതെ നിരന്തരം എന്നുള്ള വാക്കുകളൊക്കെ ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയതാണ്. അങ്ങനെ വളരെ വേഗത്തിൽ ശത്രുക്കളെ അർജുനൻ ആക്രമിച്ചു കൊണ്ടിരുന്നു. നമുക്ക് 95-ാമത്തെ ശ്ലോകം നോക്കാം. രാജാനോ ജിഷ്ണുജീമൂതേ സായകാസാരവർഷിണി തൂണീരാത് ബാണമുദ്ധർത്തുമവകാശം നലേഭിരേ. പദച്ഛേദം പറയാം. രാജാന ജിഷ്ണുജീമൂതേ സായകാസാരവർഷിണി തൂണീരാത് ബാണം ഉദ്ധർത്തും അവകാശം ന ലേഭിരേ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു മേഘങ്ങളിൽ നിന്ന് ഈ യുഗാന്തങ്ങളിൽ പെയ്യാനായിട്ട് നിരന്നു നിൽക്കുന്ന പുഷ്കരാവർത്തക മേഘങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ പെയ്യുന്നത് പോലെയായിരുന്നു അർജുനൻ്റെ വില്ലിൽ നിന്നും അസ്ത്രങ്ങൾ വന്നതെന്ന്. അങ്ങനെ അസ്ത്രങ്ങൾ വന്നു പതിച്ചപ്പോൾ അതാണ് വർണ്ണിക്കുന്നത്. ജിഷ്ണു ജീമൂതേ, അർജുനനാകുന്ന മേഘം സായകാസാരവർഷിണി, സായകമെന്ന് പറഞ്ഞ വൃഷ്ടി വർഷിക്കാൻ തുടങ്ങിയപ്പോൾ, അതിശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ, അർജുനൻ മഴ പെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ, അർജുനൻ്റെ വില്ലിൽ നിന്നും ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ വന്നു തുടങ്ങിയതോടു കൂടിയിട്ട് സതിസപ്തമിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഇടതടവില്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണം വന്നതോടു കൂടിയിട്ട് ശത്രു രാജാക്കന്മാർക്ക് എന്താ ഉണ്ടായത്? രാജാന, ശത്രു രാജാക്കന്മാർക്ക് തൂണീരാത്, രാജാക്കന്മാർക്ക് അവരവരുടെ ആവനാഴിയിൽ നിന്നും തൂണീരത്തിൽ നിന്നും ബാണം ഉദ്ധർത്തും, അസ്ത്രങ്ങളെടുക്കാൻ അവകാശം നലേഭിരെ, അവകാശം അവസരം കിട്ടുക പോലും ഉണ്ടായില്ല. രാജാക്കന്മാർക്ക് അവരവരുടെ പിന്നിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആവനാഴിയിലെ അസ്ത്രങ്ങൾ എടുക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പേ പലരും മരിച്ചു വീണു, പലർക്കും മുറിവേറ്റു. ഒരസ്ത്രം എടുത്തിട്ട് ഈ അർജുനൻ്റെ നേർക്ക് പ്രയോഗിക്കാൻ പറ്റിയിട്ട് വേണ്ടേ? അതിലും മുമ്പ് കഠിനമായിട്ടുള്ള ആക്രമണമാണ് അർജുനൻ അഴിച്ചുവിട്ടത്. അതോടുകൂടിയിട്ട് തൂണീരത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നതായ അസ്ത്രങ്ങളൊന്ന് തൊടാൻ പോലും രാജാക്കന്മാർക്ക്, ശത്രു രാജാക്കന്മാർക്ക് സാധിച്ചില്ല, അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 96-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഛിന്നാശ്വരഥമാതംഗം കൃത്തകാർമുഖമണ്ഡലം സഞ്ജഹാരബലം സർവം ലീലയാ തദ്ധനഞ്ജയ. നമുക്ക് പദച്ഛേദം പറയാം. ഛിന്ന അശ്വരഥമാതംഗം കൃത്തകാർമുഖമണ്ഡലം സഞ്ജഹാര ബലം സർവം ലീലയാ തത് ധനഞ്ജയ. ഈ തദ്ധനഞ്ജയ എന്നുള്ള ദിക്കിൽ മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. ധനഞ്ജയൻ അർജുനൻ. അർജുനൻ്റെ പല പല പേരുകളുമായി ഇവിടെ പറയണു. കഴിഞ്ഞ ദിവസം ഫൽഗുനൻ എന്ന് പറഞ്ഞു, ഇന്ന് ജിഷ്ണു എന്ന് പറഞ്ഞു, അതുപോലെ സവ്യസാചി, ഇപ്പോൾ ഇതാ ധനഞ്ജയൻ എന്നുള്ള പേര് കൂടി പറഞ്ഞിരിക്കുകയാണ്. അർജുനനാകട്ടെ ധനങ്ങളെ ജയിച്ചവൻ, പല രാജ്യങ്ങളിലും പോയിട്ട്, പ്രത്യേകിച്ച് അളകാപുരിയിലൊക്കെ പോയിട്ട് അവരെയൊക്കെ തോൽപ്പിച്ച് ധനം നേടി വന്നവൻ എന്നുള്ളത് കൊണ്ടാണ് അർജുനന് ധനഞ്ജയൻ എന്ന് പേരിട്ടത്. അതൊക്കെ പറയാനുള്ളൊരു സന്ദർഭം കൂടിയായിട്ട് കവി ഈ ശ്ലോകങ്ങളെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ പറയാണ് ധനഞ്ജയ ലീലയ. അർജുനൻ വളരെ ലീലയായിട്ട്, വളരെ തമാശയായിട്ട്, വളരെ ലളിതമായിട്ട് എന്തു ചെയ്തു? തദ്ബലം സർവം, ആ ബലങ്ങളെ മുഴുവനും തന്നെ, ബലം എന്നുള്ളതിന് ശരീരത്തിൻ്റെ ബലം എന്നൊന്നുമല്ല, സൈന്യം എന്ന് തന്നെയാണ് അർത്ഥം. ആ സൈന്യങ്ങളെ എന്തൊക്കെയാണ് ചെയ്തത്? സൈന്യത്തിൽ കയറിയിട്ട് ആക്രമിച്ചിട്ട് ആ സൈന്യങ്ങളിലേക്കൊക്കെ അസ്ത്രപ്രയോഗം നടത്തിയിട്ട് അവരെയൊക്കെ എന്തു ചെയ്തു? ഛിന്ന അശ്വരഥമാതംഗം, അശ്വം രഥം മാതംഗം, അശ്വം കുതിര, രഥം തേര് തന്നെ, അതുപോലെ മാതംഗം ആന, ഇവരെയൊക്കെ ഛിന്ന ഭിന്നമാക്കി, അവരെയൊക്കെ ആക്രമിച്ചു വധിച്ചു, എല്ലാവരെയും പല ദിക്കിലേക്കായിട്ട് ഓടിച്ചു വിട്ടു എന്നൊക്കെ അർത്ഥം. ഛിന്ന അശ്വരഥമാതംഗം. അതുപോലെ തന്നെ കൃത്തകാർമുഖമണ്ഡലം, വന്ന സൈനികന്മാരുടെ, രാജാക്കന്മാരുടെയൊക്കെ വില്ലുകളെയും അമ്പുകളെയും ഒക്കെ തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് 2 കഷ്ണമാക്കി, 2 അല്ല 4 5 കഷ്ണങ്ങളാക്കി തീർത്തു. അതാണ്
കൃത്ത കാർമുകമണ്ഡലം. കാർമുകം വില്ലുകളെയും കഷ്ണം കഷ്ണമാക്കി തീർത്തു. പിന്നെ എങ്ങനെയാണ് അവിടെ അവരെല്ലാവരും അസ്ത്രമെടുത്ത് പ്രയോഗിക്കുന്നത്? അങ്ങനെ സൈന്യങ്ങൾക്കും ക്ഷീണം വരുത്തി, രാജാക്കന്മാർക്കും ക്ഷീണമുണ്ടാക്കി. അവരുടെ കയ്യിലിരുന്ന ആയുധങ്ങളെ ഇല്ലാതെയാക്കി, അവരുടെ വാഹനങ്ങളെ ഇല്ലാതെയാക്കി. അങ്ങനെ തനിക്കെതിരെ വന്നവരെയൊക്കെ ഇല്ലാണ്ടാക്കി. അതാണ് സഞ്ജഹാര എന്നുള്ള ക്രിയ പ്രയോഗിച്ചത്. ബാക്കി യുദ്ധത്തെ പറ്റിയൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്ന് ഈ 3 ശ്ലോകവും നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. നിർജഗ്മുസ്തരസാ തസ്യ കോദണ്ഡാത് കോടിശശ്വരാഃ യുഗാന്തതോ യഥാത്തോ യധാരാ ഇവ മഹാസ്വനാ രാജാനോ ജിഷ്ണുജീമൂതേ സായകാസാരവർഷിണി തൂണീരാദ്ബാണമുദ്ധർത്തുമവകാശം നലേഭിരേ ഛിന്നാശ്വരഥമാതംഗം കൃത്തകാർമുകമണ്ഡലം സഞ്ജഹാരബലം സർവം ലീലയാ തദ്ധനഞ്ജയ. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് കൃഷ്ണൻ ഇതിൽ ഇടപെടുന്നത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.